വന്നപ്പോ കണ്ടത് ഇതുപോലെ റെഡ് ആൻഡ് റെഡ് വേഷത്തിലാണ്. സാധാരണ സ്ഥാനാർത്ഥികളുടെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും. ഇതെന്ത് പറ്റി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി? എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. വിജയിക്കട്ടെ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. ഇവൻ ഞാൻ പഠിക്കുന്ന കാലത്തായാലും ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും കയറി നമ്മൾ ഇടപെടും. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുനിന്നൊരു ചോദ്യം വരുന്നു. എന്റെ വീട്ടിലേക്ക് ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞു വരുമായിരുന്നു. വീട്ടിലും വരണ്ട് ഒരുപാടെണ്ണം. മന്ത്രിയെ കൊണ്ട് അത് ചെയ്യിച്ചേരണം ഇത് ചെയ്യിച്ചേരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവർക്ക് വേണ്ടി, എന്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയാലേ പറ്റൂ. നീ ഇത് കാര്യമായിട്ട് പറയണം. ഒന്നാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റി ഫിഗർ എന്ന് പറയുന്ന ഒരു ഫിഗറിനോട് എനിക്ക് താല്പര്യമില്ല. ഇത് വേണോ? ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ നോക്കി കൈ കാണിക്കുന്നു, ചിരിക്കുന്നു. വോട്ടാവോ? ഒരിക്കലും വോട്ടാവില്ല, ഒരിക്കലും വോട്ടാവില്ല. അതല്ലല്ലോ വോട്ടാവേണ്ടത്. അഖിൽമാരാർ കൊള്ളാം, അയാൾക്ക് ഒരു വോട്ട് കൊടുത്താൽ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് തൃക്കാക്കരക്കാർക്ക് തോന്നിയാൽ അവർ ചെയ്യട്ടെ. ഈ വാസും എന്നാ പറയണേ, ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്കും. ഒരാളെ പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാനിനി ജയിച്ചൊരു MLA ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നാൽ പിടിച്ചു നിർത്തി ചോദിക്കും, എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഒരു അടി അടിക്കുന്നെങ്കിൽ അടിച്ചോ, ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇത്. കാരണം എന്താണ്, എന്തിനാണ് ജനത്തെ പറ്റിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യൂ. ദയവ് ചെയ്ത് നമ്മൾ ആരെയും പറ്റിക്കാതിരിക്കുക. നമ്മളെയാണല്ലോ മച്ചമ്പി. സെലിബ്രിറ്റികൾക്ക് വിലയില്ലാത്ത കാലമാണെന്നാണ് അഖിൽമാരാരുടെ കണ്ടെത്തൽ. പറഞ്ഞതാണ് ശരി. വേദനിക്കുന്ന സെലിബ്രിറ്റിയാണ് അഖിൽമാരാർ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.